ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ആവേശം എന്ന മലയാളം മൂവിയാണ്. ഇക്കൊല്ലം മലയാളം മൂവിയിലെ ഏറ്റവും നല്ലൊരു വിജയം നേടിയ മൂവിയാണിത്. ഒരുപാട് ഹിറ്റായ ഫഹദ് ഫാസിന്റെ അടിപൊളി മൂവി. അപ്പൊ ഈ ഒരു മൂവിന്റെ കഥ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പൊ നമുക്ക് നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ ബാംഗ്ലൂരുള്ള വാനവേക്ഷൻ എന്ന് പറയുന്ന ഒരു കോളേജ് കാണിക്കുന്നു. അവിടേക്ക് ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് വന്ന് അഡ്മിഷൻ എടുക്കുന്നു. അങ്ങനെ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് എല്ലാം കോളേജ് ഹോസ്റ്റലിൽ ചേരാനുള്ള ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടുത്തെ ക്ലർക്ക് അവിടേക്ക് വന്നിട്ട് കോളേജ് ഹോസ്റ്റലിൽ തീരെ പോരാ, അവിടെ കുട്ടികളെ ചേർത്താ കുട്ടികൾ ചീത്തയായി പോകുന്നൊക്കെ പറഞ്ഞ് പാരന്റ്സിനെല്ലാം കൺവിൻസ് ചെയ്ത് കോളേജ് ഹോസ്റ്റലിൽ ചേരാൻ വേണ്ടിയിരിക്കുന്ന കുട്ടികളെല്ലാം അവിടെ അടുത്തുള്ള BK എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലിലേക്ക് ചേർക്കുവാണ്. സംഭവം ക്ലർക്കിന്റെ തന്നെയായിരുന്നു ആ ഹോസ്റ്റല്. അങ്ങനെ കോളേജ് ഹോസ്റ്റൽ മോശമാണെന്നും പറഞ്ഞ് അയാളുടെ ഹോസ്റ്റലിലേക്ക് പിള്ളേരെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളേജ് ഹോസ്റ്റലിൽ ചേർന്ന ഒരു ഫ്രീഡവും കിട്ടില്ല. പകരം ഈ പിയുവിന്റെ ഹോസ്റ്റലിൽ പോയി ചേർന്ന അവിടെ എന്ത് കളിയും കളിക്കാന്ന് മനസ്സിലാക്കിയ അജു ബീബി ഇങ്ങനെ രണ്ട് ചെറുപ്പക്കാര് ആ കൂട്ടത്തിൽ ആ ഹോസ്റ്റലിലേക്ക് ചേരുന്നുണ്ട്. അങ്ങനെ BK ഹോസ്റ്റലിൽ എത്തിയതിനു ശേഷം അജുവും ബീവിയും ശാന്തൻ എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റുമായിട്ടും കമ്പനിയാവുന്നു. അങ്ങനെ അവര് മൂന്നുപേരും ഒരു ഗ്യാങ് ആവുകയാണ്. ഇവര് മൂന്നുപേരും ഈ മൂവിയിലെ പ്രധാന ക്യാരക്ടേഴ്സ് ആണ്. ഈ കൂട്ടത്തിലെ ബിബിനെ നോക്കുവാണെങ്കിൽ അവൻ ഭയങ്കര സെന്റിമെന്റലാണ്. അമ്മ എന്ന് പറഞ്ഞ അവന്റെ ജീവനാണ്. അടുത്ത സീൻ BK ഹോസ്റ്റലിലേക്ക് എത്തിയ ആ സ്റ്റുഡൻസിനെല്ലാം കാണിക്കുവാണ്. ഇവിടെ എത്തിയ ഫുൾ ഫ്രീഡം ആണെന്ന് ഈ ഹോസ്റ്റലിന്റെ ഓണറായ ആ ക്ലാർക്ക് ഇവരോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ ഫ്രീഡം ആയതുകൊണ്ട് അവന്മാരെല്ലാവരും കൂടെ കൂടി അടുത്തുള്ള ബാറിൽ പോയി ഒരുപാട് മദ്യപിക്കുന്നു. അടുത്ത ദിവസം ആ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ കൂടി അങ്ങനെ കോളേജിലേക്ക് എത്തുവാണ്. ഇന്നാണ് അവരുടെ ഫസ്റ്റ് ഡേ. ഈ സമയം കോളേജിൽ ഉണ്ടായിരുന്ന മലയാളി സീനിയേഴ്സ് എല്ലാം ഒരുപാട് ആൾക്കാരെ തടഞ്ഞു നിർത്തി അവരെ റാഗ് ചെയ്യുന്നത് ഇവന്മാര് കാണുന്നു. അവന്മാരെ മുമ്പിൽ ചെന്ന് പെടണ്ടെന്ന് വിചാരിച്ച് ഇവർ ഈ സമയം ഒഴിഞ്ഞു മാറി പോവാണ്. എന്നാൽ അവരുടെ ഗ്യാങ്ങിലുള്ള അതായത് BK ഹോസ്റ്റലിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെക്കനെ ആ സീനിയേഴ്സ് പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെ കുറെ റാഗ് ചെയ്യുന്നു. അന്ന് നൈറ്റ് അവൻ ഹോസ്റ്റലിലേക്ക് എത്തി അവിടെയുള്ള ബാക്കി സ്റ്റുഡൻസിനോടല്ല ഈ കാര്യം പറയുവാണ്. ഇവരെ റാഗ് ചെയ്ത കോളേജിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയും അയാളുടെ ഗ്യാങ്ങും കൂടിയാണ്. അവര് ഹെവി ഗ്യാങ് ആണ്, മുട്ടാൻ നിന്ന് നമുക്ക് തന്നെ പണി കിട്ടുമെന്നൊക്കെ ഈ സമയത്ത് പലരും അങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഈ സമയം ഇതെല്ലാം കേട്ട് അജു പറയുവാണ്, സീനിയേഴ്സ് എല്ലാം 2-3 കൊല്ലമായിട്ട് ഒറ്റക്കെട്ടാണ്. അവരുടെ ഇടയിലുള്ള ആ ബോണ്ടിങ് നമ്മൾ ഫസ്റ്റ് ഇയേഴ്സിന്റെ ഇടയ്ക്ക് ഉണ്ടായ ഇനി നമ്മളെ തൊടാൻ ഒരുത്തനും ധൈര്യപ്പെടില്ല. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒറ്റക്കെട്ടായി നിന്ന് നേരിടണം. അങ്ങനെ അജു പറഞ്ഞ പോലെ അടുത്ത ദിവസം മുതൽ അവരെ 22 സ്റ്റുഡൻസും ഒരൊറ്റക്കെട്ടായി ആരെയും ബൈക്ക് അത് കോളേജിലേക്ക് ചെല്ലുവാണ്. അവരൊരു ഗ്യാങ് ആയിട്ട് വരുന്ന സമയത്ത് സീനിയേഴ്സ് പോലും അവരോട് സംസാരിക്കാനോ അവരെ റാഗ് ചെയ്യാനോ മടിക്കുന്നു എന്നല്ല, പേടിക്കുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ ഏത് സമയം ഇവർ ഒരുമിച്ചായോണ്ട് തന്നെ സീനിയേഴ്സിനാണെങ്കിൽ ഇവന്മാരെ കയറി ചൊറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശാന്തനില്ലേ, അവൻ സീനിയേഴ്സിനെ കളിയാക്കി ചിരിക്കുന്ന പോലെ ചിരിക്കുവോ അവർക്ക് നേരെ വെള്ളം തുപ്പുകയൊക്കെ ചെയ്യുന്നു. ഇതെല്ലാം സീനിയേഴ്സിന് അവനോട് ഭയങ്കര ദേഷ്യം ഉണ്ടാക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ക്ലാസ് ഇല്ലാത്ത സമയം ശാന്തൻ ഒന്ന് പുറത്തു പോവുകയാണ്. അവിടെ വെച്ച് 2 സീനിയേഴ്സ് അവനെ സ്കെച്ച് ഇടുന്നു. അങ്ങനെ അവന്റെ പുറകെ വന്ന് അവരുടെ ഹോസ്റ്റല് കണ്ടുപിടിക്കുവാണ്. അങ്ങനെ അവന്മാരെ അവിടെ വെച്ച് ചൊറിയാൻ വേണ്ടി വരുന്ന സമയം ചേട്ടന്മാരെ ഇത് കോളേജല്ല, ഇത് ഹോസ്റ്റലാ, അതിന്റെ കൂടെ സീനിയേഴ്സ് ജൂനിയേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് ചേട്ടന്മാര് പോവാൻ നോക്കുന്നു പറഞ്ഞ് അവന്മാര് 3 പേരും കൂടി ഇപ്പൊ അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ ബൈക്ക് എടുത്ത് അവരവിടെ നിന്ന് പോകുന്ന സമയത്താണ് അന്ന് ആ സീനിയേഴ്സ് ഗ്യാങ്ങിന്റെ അടുത്ത് ചെന്ന് പെട്ട ഇവരുടെ ഹോസ്റ്റലിലെ ആ ചെക്കൻ പറയുന്നത്, എടാ ബൈക്കിന് പുറകിലിരിക്കുന്നവനാണ് അവരുടെ ഗ്യാങ്ങിന്റെ ഹെഡായ കുട്ടിയെന്ന്. അങ്ങനെ കുട്ടീനോടാണ് കോർത്തയെന്ന് അറിയുന്ന സമയം ഇവന്മാര് 3 പേരും ആകെ ഷോക്ക് ആവുന്നു. അങ്ങനെ അവന്മാർക്ക് ഉറപ്പാവുകയാണ് ഇതിന്റെ പേരിൽ അവര് തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടേക്ക് വരുമെന്ന്. ഇൻ കേസ് അങ്ങനെ വന്നാ അവരെ വേണ്ട രീതിയിൽ നേരിടണം. അതിനുവേണ്ടി അജു ആണെങ്കിൽ അവരെ എല്ലാരും ഒരുമിച്ച് വിളിച്ച് ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം ഷെയർ ചെയ്യുന്നു. നിങ്ങൾ ചുമ്മാ വള്ളി പിടിച്ചതിന് ഞങ്ങൾ തല്ലുകൊള്ളാനില്ലാന്നും പറഞ്ഞ് ആ 22 പേരില് 4 പേര് കൂടെ നിൽക്കില്ല എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു. ബാക്കിയുള്ളത് 18 പേര്. അങ്ങനെ ഈ 18 പേരുടെ മാൻ പവറില് സീനിയേഴ്സ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്ന അവരെ നേരിടാന്നും പറഞ്ഞ് അജു വേണ്ട പ്ലാനിങ് എല്ലാം ഇറക്കുവാണ്. അവരെ തല്ലാനായിട്ട് കിട്ടുന്ന കമ്പും കോലും വടിയെല്ലാം അവന്മാരെ പെറുക്കി വെക്കുവാണ്. അങ്ങനെ ഒന്ന് പാതിരാത്രി ആവുന്നു. അവരെല്ലാരും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി സീനിയേഴ്സ് വരുമെന്ന് വിചാരിച്ച് അങ്ങനെ കാത്തിരിക്കുവാണ്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞു പോകുന്നു. കൂട്ടത്തിലുള്ള പലരും കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുവാണ്. ആ സമയത്താണ് അവരുടെ ഹോസ്റ്റലിന് വെളിയിലേക്ക് ഒരു കൂട്ടം ബൈക്കുകൾ വരുന്നത്. നമ്മുടെ ചെക്കന്മാര് വിചാരിച്ചത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വല്ല 5-10 ആൾക്കാർ വരുമെന്നാണ്. പക്ഷെ വന്നിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു, അതും കുറെ അധികം ബൈക്കുകളില്. ഇത് കണ്ടത് ആ ഗ്യാങ്ങിലുള്ള ബാക്കി ആൾക്കാരെല്ലാം മുറി കയറി കഥ കറങ്ങുന്നു. അങ്ങനെ നമ്മുടെ മെയിൻ നായകന്മാർ മാത്രം പുറത്താവുകയാണ്. ഇതേസമയം കുട്ടീന്റെ ആൾക്കാർ വന്ന് അവന്മാരെ 3 പേരെയും വണ്ടി പിടിച്ച് കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്നു അവിടുന്ന്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് അവിടുന്ന് പിടിച്ചുകൊണ്ടുപോയ നമ്മുടെ 3 നായകന്മാരെയും കുട്ടി അയാളുടെ ഗ്യാങ്ങും അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരുപാട് തല്ലി ദ്രോഹിക്കുന്നതാണ്. അങ്ങനെ അവിടുന്ന് 2 ദിവസം അവന്മാരെ അവിടെ തന്നെ ഇട്ട് അവരൊരുപാട് ദ്രോഹിക്കുന്നു. അതിനുശേഷം അവർക്ക് മദ്യമെല്ലാം കൊടുത്ത് ഇനി നിങ്ങളും ഞാനുമായിട്ട് ഒരു പ്രശ്നമില്ല, ഇനി മുതൽ നിങ്ങൾ ഈ കുട്ടിയേട്ടന്റെ കുട്ടികളാണെന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി എന്ന് പറയുന്നവൻ അവരെ അവിടുന്ന് പറഞ്ഞയക്കുന്നു. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ നായകന്മാരെ 3 പേരും അവരുടെ ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തുവാണ്. ഈ സമയം അവർക്ക് 3 പേർക്കും കൂടെ നിൽക്കാമെന്നും പറഞ്ഞ് ഇവരെ ഒറ്റയ്ക്കാക്കി കളഞ്ഞ ആ ബാക്കി ആൾക്കാരുടെ എല്ലാം ഭയങ്കര ദേഷ്യമായിരുന്നു. എന്നാൽ ആ സമയം അജു മനസ്സിൽ വിചാരിക്കുവാണ്, എങ്ങനെയെങ്കിലും ഇവരെ ഇത്രയധികം ദ്രോഹിച്ച അവന്മാർക്കിടെ ഒരു പണി കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു പണി കൊടുക്കണമെങ്കിൽ അതിന് ആദ്യം വേണ്ടത് ബാംഗ്ലൂർ സിറ്റിയിലെ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പൊ അതിനെന്താ വഴിയെന്ന് അജു മറ്റേ 2 നായകന്മാരോട് ചോദിക്കുന്നു. അങ്ങനെ അവരൊരു വഴി കണ്ടെത്തുന്നു. അവിടെ അടുത്തുള്ള ബാറുകളിലെല്ലാം പോയിട്ട് അവിടെ സ്ഥിരം വരാറുള്ള ഒരു ഗുണ്ടേനെ കണ്ടുപിടിച്ച് അയാളുമായിട്ട് പരിചയപ്പെടണം. അയാളുമായിട്ട് കമ്പനി ആയി കഴിഞ്ഞാൽ
അയാളെ വെച്ച് ഇവരോട് ഇങ്ങനെ ചെയ്താൽ ഗ്യാങ്ങിന് പണി കൊടുക്കാലോ. അങ്ങനെ അന്ന് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയിട്ട് അവരാഗ്രഹിക്കുന്ന പോലെ ഒരു ഗുണ്ടനെ കണ്ടെത്താൻ വേണ്ടി അവരടുത്തുള്ള ബാറുകളിലേക്കെല്ലാം ഇങ്ങനെ മാറി മാറി പോകുമായിരുന്നു. ഒരു ദിവസം അവിടെ അടുത്തുള്ള വലിയൊരു ബാറിലേക്ക് അവരെത്തുവാണ്. അതിന്റെ ഓണർ ഒരു വലിയ ടീമായിരുന്നു. അങ്ങനെ അയാളെ പരിചയപ്പെടാന്ന് നമ്മുടെ ചെക്കന്മാര് വിചാരിക്കുവാണ്. എന്നാൽ ആ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അവരുടെ അടുത്തേക്ക് വന്ന് അവരെ ഒരാൾ പരിചയപ്പെടുന്നത്. അയാളായിരുന്നു നമ്മുടെ മൂവിയിലെ മെയിൻ നായകൻ, അതായത് ഫഹദിക്ക് ചെയ്യുന്ന ക്യാരക്ടർ. രംഗൻ എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. രംഗണ്ണൻ എന്ന് എല്ലാരും വിളിക്കും. ബാക്കിയുള്ള എല്ലാ റൗഡികളാണെങ്കിൽ ആ റൗഡികളുടെ എല്ലാം തലവനുണ്ടാവുമല്ലോ, അതായത് ഡോൺ. അതാണ് നമ്മുടെ നായകൻ. ആദ്യം നമ്മുടെ ചെക്കന്മാര് 3 പേരും ഇയാളൊരു സാധാ റൗഡിയാണെന്ന് വിചാരിച്ച് അയാളുമായിട്ട് അധികം അടുക്കാൻ പോകുന്നില്ല. എന്നാൽ പിന്നീട് അവർ മനസ്സിലാക്കുവാണ് ഇവര് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരാളാണ് നമ്മുടെ നായകൻ എന്ന്. അങ്ങനെ അവർ അയാളുമായിട്ട് പെട്ടെന്ന് തന്നെ നല്ല ജെല്ലാവാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവർ ആഗ്രഹിക്കുന്ന പോലെ അയാൾ ഇവരുമായിട്ട് നല്ല കമ്പനി ആവുകയാണ്. പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും രാത്രി അവരവിടേക്ക് പോയിട്ട് രംഗണ്ണനെ മീറ്റ് ചെയ്യുന്നു. അയാൾ ആ സമയത്ത് ഇവർക്ക് മതിയെല്ലാം വാങ്ങിക്കൊടുക്കും. ഒരുമിച്ചിരുന്ന് ഇവരെല്ലാരും കൂടി അടിക്കും. രംഗണ്ണന്റെ കൂടെ എപ്പോഴും കുറച്ച് ആൾക്കാരുണ്ടാവും. അതിൽ ഈ വ്യക്തിയാണ് രംഗണ്ണന്റെ വലങ്കൈ. ഇയാളുടെ പേര് അമ്പൻ എന്നാണ്. അങ്ങനെ ഇപ്പൊ അയാളെയും ബാക്കി ഗ്യാങ്ങിലെ മെമ്പേഴ്സിനെ എല്ലാം നായകനെ പിള്ളേർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും അവന്മാര് ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് എത്തുമ്പോഴേക്കും രംഗണ്ണൻ അവരെ ബാറിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി അയാളുടെ ആൾക്കാരെ എടുത്ത് വണ്ടി കൊടുത്തു വിടുമായിരുന്നു. അങ്ങനെ രംഗണ്ണന്റെ ആൾക്കാര് അവരെയും കൂട്ടിക്കൊണ്ട് വന്ന് പതിവ് പോലെ രംഗണ്ണന്റെ കൂടെ ഇരുന്ന് മദ്യപിക്കുമായിരുന്നു. അങ്ങനെ ഡെയിലി അവരെ ആ റുട്ടീൻസ് എല്ലാം കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന ഒരു സമയത്ത് ശാന്തൻ അമ്പനോട് ചോദിക്കുവാണ് രംഗണ്ണൻ ഇങ്ങനെ ഇത്ര റേഞ്ച് ആയതെന്ന്. അപ്പൊ അമ്പൻ ഒരു കഥ പറയാൻ തുടങ്ങുന്നു. അതെ, നമ്മുടെ നായകന്റെ ഫ്ലാഷ് ബാക്ക്. രംഗണ്ണൻ പഠിത്തമെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയം അണ്ണൻ അദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവിന്റെ കൂടെ, അതായത് അദ്ദേഹം ചേട്ടനെ പോലെ കാണുന്ന ഒരു വ്യക്തിയോടൊപ്പം അയാളുടെ ജ്യൂസ് കടയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അണ്ണൻ കുറച്ച് പൈസ ഉണ്ടാകുവാണ്. എന്നാൽ അണ്ണൻ ചേട്ടനെ പോലെ കാണുന്ന ആ വ്യക്തി എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അണ്ണന്റെ ആ പൈസ എടുത്തുകൊണ്ട് പോയി ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ മാർക്കറ്റിൽ ലോസ് ആവുന്നു. അതിലൂടെ വലിയ നഷ്ടം സംഭവിക്കുന്നു. എന്നാൽ അവിടുന്ന് കുറെ നാൾ കഴിഞ്ഞ് മാർക്കറ്റ് പ്രോഫിറ്റ് ആവുകയാണ്. അങ്ങനെ മുടക്കിയതിനേക്കാൾ ഏറെ തുക അവർക്ക് തിരിച്ചു കിട്ടുന്നു. ആ പണം കൊണ്ട് അണ്ണന്റെ ചേട്ടൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ ഒരു പട്ടിക്കാട്ടില് കുറെ സ്ഥലം വാങ്ങിയിടുവാണ്. അങ്ങനെ അമ്പനി ഈ കഥകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ചെക്കന്മാര് 3 പേരും ഇതൊരു ഗാങ്സ്റ്ററിന്റെ കഥ തന്നെയാണെന്നുള്ള രീതിയിൽ അമ്പൻ എങ്ങനെ നോക്കി നിൽക്കുവാണ്. ഇത് കേട്ട അമ്പൻ അവരോട്, ഓ നിങ്ങൾക്ക് ഈ കഥയൊന്നും ഇഷ്ടപ്പെട്ട് കാണില്ലല്ലേ, നിങ്ങൾ ചെറുപ്പക്കാരല്ലേ, നിങ്ങൾക്ക് ഫൈറ്റും മാസൊക്കെയാണല്ലോ വേണ്ടത് എന്നാ അങ്ങനെ ഒരെണ്ണം പറയാം. അണ്ണൻ ആ ജ്യൂസ് കടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം കടയിലേക്ക് കുറെ അധികം റൗഡികൾ വരുവാണ്. ആ ഏരിയയിലെ മെയിൻ റൗഡിയായ റെഡിന്റെ ആൾക്കാരായിരുന്നു അത്. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ റൗഡികള് കടയിൽ ഒരു കാര്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന സമയം നായകൻ അവന്മാരെല്ലാം എടുത്തിട്ട് ചാമ്പുന്നു. ഇത് കാണുന്ന റെഡിക്കാണെങ്കിൽ നായകനെ വല്ലാതെ ബോധിക്കുവാണ്. അങ്ങനെ റെഡി നായകനെ കൂടെ നിർത്തുന്നു. അങ്ങനെ ഒരു സാധാരണക്കാരനായ നമ്മുടെ നായകൻ പിന്നീട് അങ്ങോട്ട് ആ ഏരിയന്റെ റേഞ്ചായ ആ റെഡിന്റെ വലം കൈയായി മാറുന്നു. റെഡി ആ സമയത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞാലും രംഗണ്ണൻ അതെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ രംഗണ്ണനും അവിടുത്തെ റേഞ്ചായി മാറുവാണ്. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം കേട്ട നമ്മുടെ ചെക്കന്മാർക്ക് ചെറിയൊരു വൈബ് തോന്നുവാണ്. എന്നാൽ ഇതേ സമയം അമ്പൻ മറ്റൊരു കഥ പറയുന്നു. കുറെ നാളുകൾക്ക് മുമ്പ് രംഗണ്ണൻ ഇങ്ങനെ ഒരു വലിയ ഗുണ്ടയായി മാറി എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ അമ്മ അറിഞ്ഞു. ഇനി നീ ഗുണ്ടാപ്പണി നിർത്തിയില്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ താമസിക്കില്ല, ഞാൻ ഇവിടെ ഇറങ്ങി പോകുന്നു പറഞ്ഞ അമ്മ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും നായകനാണെങ്കിൽ അമ്മേനെ തടയാനോ അമ്മേനെ പറഞ്ഞു മനസ്സിലാക്കാനോ ശ്രമിച്ചില്ല. ആ ഒരു കാരണം കൊണ്ട് അമ്മ വീട്ടിൽ നിന്ന് പടങ്ങിപ്പോയി. കുറെ നാൾ കഴിഞ്ഞ് അമ്മ ആ സങ്കടം കൊണ്ട് മരിക്കുകയും ചെയ്തു. അന്ന് മുതൽ ആ ഒരു കുറ്റബോധം രംഗണ്ണനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യം കൊണ്ട് അന്ന് മുതൽ രംഗണ്ണൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ നിർത്തിയതാണ്. ഇപ്പൊ അദ്ദേഹം ആരെയും തല്ലാറില്ല. ആരെങ്കിലും തല്ലണം തോന്നുമ്പം ഞങ്ങളോട് പറയും. ഞങ്ങൾ അണ്ണൻ പറയുന്നത് ചെയ്ത് അണ്ണന്റെ ആഗ്രഹം തീർത്തു കൊടുക്കും. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ 3 നായകന്മാരും ഒരുപാട് ഡെസ്പ് ആവുന്നു. അണ്ണനെ കൊണ്ട് ആ കുട്ടീനെ തല്ലിക്കണം, അമ്മമാരോട് പ്രതികാരം വിട്ടണം എന്നൊക്കെ വിചാരിച്ചല്ലേ അവരുടെയൊക്കെ വന്നത്. എന്നാൽ ഇപ്പൊ അണ്ണൻ ഫൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് അറിഞ്ഞപ്പോ അതിന്റെ പേരിലാണ് അവർ ഒരുപാട് ഡെസ്പ് ആയത്. റെഡ്ഡി എന്ന് പറയുന്ന റൗഡിന്റെ കൂടെ കുറെ നാൾ നിന്നതിന് ശേഷം വലിയൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത അണ്ണനാണെങ്കിൽ അതിനുശേഷം അയാളുടെ അടുത്ത് നിന്ന് റിസൈൻ ചെയ്തു. എന്നിട്ട് ഒറ്റയ്ക്ക് കൊട്ടേഷനും പണിയെല്ലാം പിടിക്കാൻ തുടങ്ങിയ സമയത്താണ് ഇങ്ങനെ അമ്മ മരണപ്പെടുന്നത്. അതുപോലെ അണ്ണന്റെ പൈസ കൊണ്ട് അന്ന് അണ്ണന്റെ ചേട്ടൻ ബാംഗ്ലൂർ വാങ്ങിയിട്ട ആ സ്ഥലമില്ലേ, ആ സ്ഥലത്താണ് ഇന്ന് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഇരിക്കുന്നതെന്ന് ഈ സമയത്ത് അമ്പാൻ നമ്മുടെ ചെക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം കേൾക്കുന്നവരുടെ കണ്ണു തള്ളുന്നു. അങ്ങനെ എയർപോർട്ടിന് വേണ്ടി ആ സ്ഥലം ചോദിച്ചപ്പോ അതായത് ആ സ്ഥലത്തിന് നല്ല വില വന്നപ്പോ നായകന്റെ പേരിലുള്ള ആ സ്ഥലം തട്ടിയെടുക്കാൻ വേണ്ടി നായകന്റെ ആ ചേട്ടൻ ശ്രമിച്ചു. അപ്പൊ ദേഷ്യം വന്ന നായകനാണെങ്കിൽ അയാളെ തട്ടി സ്വന്തം വീടിന്റെ അടുക്കളയിൽ തന്നെ കുഴിച്ചിട്ടു. അങ്ങനെ അംബാനി ഈ കഥയെല്ലാം പറഞ്ഞപ്പോ ഇതൊക്കെ പുളുവായിരിക്കും എന്ന് വിചാരിച്ച് അവന്മാരാണെങ്കിൽ അതൊന്നും വിശ്വസിക്കുന്നില്ല. എന്നാലും വിശ്വസിക്കാത്ത പോലെ അവർ പുറത്ത് കാണിക്കുന്നുമില്ല. അങ്ങനെ അന്നും അവര് നായകനോടൊപ്പം ഒരുപാട് മദ്യപിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അടിച്ച് ബോധം കെട്ട അവരാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ കണ്ണു തുറക്കുമ്പോൾ അവര് 3 പേരും കിടക്കുന്നത് വലിയൊരു വീട്ടിലാണ്, അല്ലാതെ അവരുടെ ഹോസ്റ്റൽ മുറിയിലല്ല. ഇത് ആരുടെ വീടാണെന്നോ ആരാണ് അവരവിടെ കൊണ്ടുകിടത്തിയെന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല. അങ്ങനെ അവരാകെ ബ്ലാങ്കായി നിൽക്കുന്ന സമയത്ത് രംഗണ്ണൻ അവരെ കോൾ ചെയ്യുന്നു. നിങ്ങൾ പേടിക്കേണ്ട, അതെന്റെ വീടാണ്, അവിടെ നിങ്ങൾക്ക് വേണ്ട സെറ്റപ്പുകൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ അടുക്കള ചെന്ന് നോക്ക്, കുടിക്കാൻ ബിയർ, ആവശ്യത്തിന് മദ്യം, സിഗരറ്റ്, അങ്ങനെ എല്ലാം റെഡിയാണ്. പിന്നെ നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് വരാൻ വേണ്ടി ഒരു ബുള്ളറ്റും വീടിന് പുറത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ രംഗണ്ണൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് അവർ ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം രംഗണ്ണൻ കൊടുത്ത ആ ബുള്ളറ്റുമായിട്ട് നമ്മുടെ ചെക്കന്മാര് 3 പേരും കോളേജിലേക്ക് വരുന്നു. ഈ സമയം അവിടുത്തെ സീനിയേഴ്സ് ഇല്ലേ, അവരിവരുടെ ബൈക്ക് എടുത്ത് പുറത്ത് കൊണ്ടുപോയിടുവാണ്. എന്നിട്ട് പറയുവാണ് ജൂനിയേഴ്സിയുടെ ബൈക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ 3 ചെക്കന്മാർക്കും ആകെ ദേഷ്യം വരുന്നുണ്ട്. ഇവർക്കിട്ട് പണിയാൻ വേണ്ടി രംഗണ്ണനെ ഇവര് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുവല്ലേ, സമയം വരട്ടാന്ന് ഈ സമയത്ത് അവരങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നൊരു ദിവസം അവര് പതിവ് പോലെ രംഗണ്ണന്റെ കൂടെ അവിടുത്തെ ബാറിലേക്ക് വരുവാണ്. അങ്ങനെ വെള്ളമെല്ലാം അടിച്ച് അവരോട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ആകെ അടിച്ച് പൂസായ ബീവി അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോ എതിരെ വരുന്നൊരു വ്യക്തിനെ തട്ടുവാണ്. അപ്പൊ അയാളാണെങ്കിൽ നിനക്ക്
കണ്ണു കണ്ടുകൂടാന്നൊക്കെ ചോദിച്ച് ബിവിനെ വഴക്ക് പറയുന്നു. ഇത് കണ്ടത് രംഗണ്ണനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. രംഗണ്ണൻ അയാളുടെ തലയിലേക്ക് ഒരു ബിയറിംഗ് ബോട്ടിൽ എടുത്ത് അടിച്ചു പൊട്ടിക്കുന്നു. എന്നിട്ട് എന്റെ പിള്ളേരോട് ചൂടാവുന്നതാന്ന് ചോദിച്ചുകൊണ്ട് അയാളെ എടുത്തിട്ട് തല്ലിക്കൂട്ടുവാണ്. അങ്ങനെ ഇതെല്ലാം കണ്ട നമ്മുടെ 3 നായകന്മാരും കൂടി പ്ലാൻ ചെയ്യുവാണ്. നമ്മൾ ആഗ്രഹിച്ച സമയം എത്തിയടാ. രംഗണ്ണൻ നമ്മളെ 3 പേരെയും അനിയന്മാരെ പോലെയാണ് കാണുന്നത്. ഇന്ന് കണ്ടില്ലേ ബിവിനെ ഒരുത്തം വഴക്ക് പറഞ്ഞപ്പോഴേക്കും രംഗണ്ണൻ എങ്ങനെയാ പ്രതികരിച്ചതെന്ന്. സോ ഇതേപോലൊരു അവസരം നമുക്ക് സീനിയേഴ്സിനും കൊടുക്കാം. അവന്മാര് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോ അത് കണ്ടുകൊണ്ട് അവിടെ അണ്ണം വേണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അണ്ണം ചെയ്തോളും. ഇങ്ങനെല്ലാം പറഞ്ഞ് അവര് പ്ലാൻ ചെയ്യുവാണ്. അടുത്ത സീനിൽ അവര് രംഗണ്ണന്റെ അടുത്ത് വന്നിരുന്ന് നോർമലായിട്ട് സംസാരിക്കുന്ന പോലെ അവരുടെ കോളേജിലെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. ഈ സമയത്ത് ബിവി നൈസായിട്ട് കുറെ നാളുകൾക്ക് മുമ്പ് ഇവരെ സീനിയേഴ്സ് പിടിച്ചോണ്ട് പോയതും ഒരുപാട് ആക്രമിച്ച ആ കാര്യങ്ങളും എല്ലാം തുറന്നു പറയുന്നു. ഇതെല്ലാം കേട്ട രംഗണ്ണനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നു. എന്ത് നിങ്ങളെ സീനിയേഴ്സ് തല്ലിയെന്നോ? അങ്ങനെയാണെങ്കിൽ അവർ ഇപ്പൊ തന്നെ പോയി കണ്ടിട്ടേ ഉള്ളൂ, ആ കണക്കുകൾ തീർന്നിട്ടേ ഉള്ളൂ. ഇങ്ങനെയും പറഞ്ഞ അണ്ണനാണെങ്കിൽ അവരെയും കൂട്ടി അയാളുടെ ആൾക്കാരെയും വിളിച്ച് പോകാൻ തുടങ്ങുന്ന സമയം ബിവി അണ്ണനോട് പറയാണ്, അണ്ണ ഇപ്പൊ വേണ്ട, നാളെ കോളേജ് ടൈമില് എല്ലാവരും മുമ്പിൽ വെച്ച് വേണം. ഇത് കേട്ട രംഗണ്ണൻ, അത് കൊള്ളാം, അത് നൈസ് ഐഡിയ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നാളെ നിങ്ങളുടെ കോളേജിലേക്ക് എത്തിയേക്കാം, കണക്കുകൾ നമുക്ക് അവിടെ തന്നെ വെച്ച് തീർക്കാന്ന് പറയുന്നു. അങ്ങനെ ആ സീനോട് കേട്ടെ അടുത്ത ദിവസം കോളേജിലെ പോളിയുടെ സെലിബ്രേഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സീനിയേഴ്സിന് പണി കൊടുക്കാന്നല്ലേ അവർ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തി നമ്മുടെ 3 നായകന്മാരും സീനിയേഴ്സുമായിട്ട് കോർക്കുവാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ തല്ലാൻ വേണ്ടി പുറത്തേക്ക് പാടാന്നൊക്കെ അവരങ്ങനെ പറയുന്ന സമയം ഇത് കേട്ട സീനിയേഴ്സ് ഗ്യാങ്ങിന് ആകെ ദേഷ്യം വരുന്നു. അങ്ങനെ അവർ പുറത്തേക്ക് ഓടി വന്ന് നമ്മുടെ ചെക്കന്മാരെ തല്ലുന്നു. ഇതേ സമയം അവിടേക്ക് രംഗണ്ണനും അയാളുടെ ആൾക്കാരും എത്തി ഈ കാഴ്ചകളെല്ലാം കാണുവാണ്. അങ്ങനെ ബിവിനെ അവര് തല്ലുന്നത് കണ്ടതും രംഗണ്ണൻ ആകെ ദേഷ്യം വരുന്നു. അങ്ങനെ രംഗണ്ണനാണെങ്കിൽ കൂടെ കൂട്ടിക്കൊണ്ട് വന്ന 2 ബംഗാളികളെ കൊണ്ട് ആ സീനിയേഴ്സ് ഗ്യാങ്ങിനെ മുഴുവൻ അടുപ്പിക്കുകയാണ്. രംഗണ്ണൻ അടിക്കാൻ കഴിയാത്തതുകൊണ്ട് രംഗണ്ണന്റെ റോള് അമ്പാനും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതേസമയം തന്നെ കോളേജിന് പുറത്ത് അടി നടക്കുന്നു അറിഞ്ഞ് വീണ്ടും സീനിയേഴ്സിലെ കുറെ ആൾക്കാർ പുറത്തേക്ക് ഓടി വരുന്നു. ഈ സമയം രംഗണ്ണന്റെ ഡ്രൈവറായ ഒരു പ്രായമായ മുത്തശ്ശനുണ്ട്. അയാള് വലിയ കരാട്ടക്കാരനാണ്. അയാളും ഇപ്പൊ അവിടേക്ക് എത്തി ആ സീനിയേഴ്സുമായിട്ട് ഫൈറ്റ് ആവുന്നു. എല്ലാരെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രംഗണ്ണൻ ആരും തല്ലുന്നില്ലെങ്കിലും കൂടെയുള്ള ആൾക്കാർക്കെല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അങ്ങനെ എല്ലാരെയും തല്ലിച്ച് അവസരാക്കുന്നു. അത് ഇനി ഇവന്മാര് 3 പേര് എന്റെ പിള്ളേരാ. ഇനി ഇവന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടായിന്ന് അറിഞ്ഞാ ഈ രംഗണ്ണൻ വെറുതെ ഇരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കൂട്ടം കൂടിയിരിക്കുന്ന എല്ലാവരെയും വരട്ടുന്നു. എന്നിട്ട് നമ്മുടെ ചെക്കന്മാരെയും കൂട്ടിക്കൊണ്ട് രംഗണ്ണൻ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ആ സീനോട് കെട്ടായ അടുത്ത ദിവസം രാവിലെ അവര് കോളേജിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. ഇപ്പൊ കോളേജിൽ അവര് രംഗണ്ണന്റെ റേഞ്ചായി. രംഗണ്ണന്റെ പിള്ളേരായോണ്ട് തന്നെ എല്ലാരും നമ്മുടെ ചെക്കന്മാർക്ക് വലിയ മര്യാദ കൊടുക്കുവാണ്. അങ്ങനെ പിന്നീട് അവന്മാര് 3 പേരും ആ കോളേജിലെ ഹീറോസ് ആവുന്നു. ഈ സമയത്ത് അവർ കോളേജിൽ ഷൈൻ ചെയ്യുന്ന സീക്വൻസ് എല്ലാം കാണിച്ചുകൊണ്ട് ഒരു കിടിലൻ സോങ് കാണിക്കുന്നു. അങ്ങനെ ആ സീനോ കെട്ടായ അടുത്ത ദിവസം രാത്രി രംഗണ്ണന്റെ കൂടെ നമ്മുടെ പിള്ളേര് എന്ന് ഒരുപാട് മദ്യപിക്കുവാണ്. അന്ന് വെള്ളോടി കുറച്ച് കൂടി പോയോണ്ട് തന്നെ എല്ലാരും വണ്ടി കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ ഉറങ്ങി കിടക്കുന്ന ബിവിന്റെ ഫോൺ അടിക്കുന്നത് കേട്ടിട്ടാണ് രംഗണ്ണനെ എഴുന്നേക്കുന്നത്. നോക്കുന്ന സമയത്ത് വിളിക്കുന്നത് ബിവിന്റെ അമ്മയാണ്. ബിവി ആണെങ്കിൽ അടിച്ച് കോൺ തിരിഞ്ഞു കിടക്കുമല്ലേ, അവനെന്തായാലും ഫോൺ എടുക്കാൻ കഴിയില്ല. ഈ ഒരു കാരണം കൊണ്ട് രംഗണ്ണനാണെങ്കിൽ ഇപ്പൊ ഫോൺ എടുക്കുന്നു. ഈ സമയത്ത് ബിവിന്റെ അമ്മ ബിവി ഇവിടെ പോയും ചോദിക്കുന്നു. അവൻ ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു ക്ഷീണം കൊണ്ട് കുറച്ച് മുമ്പ് കിടന്നതേ ഉള്ളൂ. അങ്ങനെ നായകനെന്ന് നുണ പറയുന്ന സമയത്ത് ഇതെല്ലാം കേട്ട ബിവിന്റെ അമ്മ അപ്പൊ ഈ ഫോണിൽ സംസാരിക്കുന്നതാരാ ഇങ്ങനെ നായകനോട് ചോദിക്കുന്നു. അപ്പൊ നായകന്റെ അങ്ങ് അത് പറയുകയാണ്. ഇത് കേട്ടത് ബിവിന്റെ അമ്മ, ആ മോനെ പറ്റി ബിവി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടനെ പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നമ്മുടെ രംഗണ്ണനാണെങ്കിൽ ആകെ ഇമോഷണൽ ആവുന്നു. അങ്ങനെ കോളെല്ലാം കട്ടാക്കി കഴിഞ്ഞ് നമ്മുടെ 3 ചെക്കന്മാരെയും രംഗണ്ണൻ വിളിച്ചെഴുന്നേപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്ന് കോളേജിൽ പോകേണ്ടതല്ലേ, സമയമായി എന്നൊക്കെ പറഞ്ഞ് രംഗണ്ണൻ അവരെ അങ്ങനെ കോളേജിൽ കൊണ്ടുവിടുന്നു. എന്നാൽ ഈ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. അവിടുത്തെ പ്രിൻസിപ്പാൾ സ്ഥലം മാറിപ്പോയി. ഇപ്പൊ പുതിയൊരാളെത്തിയിരിക്കുകയാണ്. ഇവരുടെ പഠിത്തമൊക്കെ വളരെ മോശമായോണ്ടും ആ റൗഡി ഗ്യാങ്ങുമായിട്ടുള്ള ഇവന്മാരുടെ ബന്ധമെല്ലാം അറിയുന്നുകൊണ്ടും പ്രിൻസിപ്പാൾ ആണെങ്കിൽ ഇവരെ നൈസായിട്ട് വരട്ടുന്നു. ഇംഗ്ലീഷിൽ ഈ കാര്യങ്ങളെല്ലാം അവരുടെ വീട്ടിലേക്കും വിളിച്ചറിയിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ പാരന്റ്സിനൊക്കെ മലയാളം മാത്രമേ അറിയത്തുള്ളൂ. ഈ ഒരു കാരണം കൊണ്ട് അവരെന്തൊക്കെയോ പറഞ്ഞൊഴിഞ്ഞ് അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇതേ സമയത്ത് പ്രിൻസിപ്പൾ അവരെ വീണ്ടും വിളിച്ച് പറയുവാണ്, എത്ര വേഗം തോറ്റ പേപ്പറെല്ലാം എഴുതിയെടുത്തില്ലെങ്കിൽ ഇപ്പൊ ഇംഗ്ലീഷിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ പാരന്റ്സിനോട് മലയാളത്തിൽ പറയുന്നു. ഇത് കേട്ട നമ്മുടെ 3 നായകന്മാരും ആകെ പേടിക്കുന്നു. അങ്ങനെ ആ ഒരു പേടി കൊണ്ട് തന്നെ അവരൊരു തീരുമാനം എടുക്കുവാണ്. ഇനി ഉഴപ്പൊക്കെ നിർത്തിവെച്ച് മര്യാദയ്ക്ക് പഠിച്ച് ആ എക്സാമിനെല്ലാം പാസ്സാവാൻ നോക്കാന്ന്. അങ്ങനെ അവരതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും പതിവ് പോലെ രംഗണ്ണനായുള്ള ആൾക്കാരും വരും. പാർട്ടിക്കായിട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ പഠനമൊന്നും നടക്കില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് പോവാണ്. അങ്ങനെ അണ്ണന്റെ ബർത്ത്ഡേ, അതിന്റെ ആഘോഷം, അത് ഇത് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് കുറെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഇനി ഇവരുടെ ഗ്യാങ്ങിൽ നിന്ന് കുറച്ച് വിട്ടു നിന്നില്ലെങ്കിൽ ശരിയാവില്ല. എക്സാമിന്റെ കാര്യത്തിൽ തീരുമാനമാവും. ഇങ്ങനെയും വിചാരിച്ച് നമ്മുടെ നായകന്മാരാണെങ്കിൽ രംഗണ്ണനോട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അയാളുടെ ഗ്യാങ്ങിന്റെയും കമ്പനിയിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാന്ന് വിചാരിക്കുന്നു. അങ്ങനെ അത് പറയാൻ വേണ്ടി അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊരു സാഹചര്യം വെക്കുന്നില്ല. അങ്ങനെയിരിക്കുന്ന അതേസമയം തന്നെ നമ്മുടെ ചെക്കന്മാര് മനസ്സിലാക്കുവാണ്, അന്ന് രംഗണ്ണനായുള്ള ചേട്ടനെ കൊന്ന് താമസിച്ചുകൊണ്ടിരുന്ന വീടിന്റെ അടുക്കളയെ കുഴിച്ചിട്ടു നാമ്പം പറയുന്നുണ്ടായിരുന്നല്ലോ, ആ വീട് ഇതാണെന്ന്. അങ്ങനെ അവർ അടുക്കളയിൽ ചെന്ന് നോക്കുന്ന സമയം അങ്ങനെ ആ ബോഡി കുഴിച്ചിട്ട സ്ഥലമെല്ലാം കാണുമ്പോൾ അപ്പൊ ആ കഥകളൊന്നും പുളുവല്ലാന്ന് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ വല്ലാതെ ഭയക്കുവാണ്. ഇനി രംഗണ്ണന്റെ കൂടെ നിൽക്കുന്നത് സേഫ് അല്ല, എപ്പോഴാ അയാൾ എന്താ ചെയ്യാന്ന് പറയാൻ കഴിയില്ല. ഇങ്ങനെയുള്ള അവന്മാർ ഇപ്പൊ വിചാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കുന്ന അതേ സമയം തന്നെ ഒരു ദിവസം കോളേജ് കഴിഞ്ഞ് നമ്മുടെ 3 ചെക്കന്മാരും അങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ ഒരു കൂട്ടം ആൾക്കാർ അവിടെ നാട്ടിക്കൊണ്ട് പോവാണ്. അത് ആരാ നോക്കിയിട്ടുണ്ടെങ്കിൽ പണ്ട് നായകന്റെ ബോസ് ആയിരുന്ന റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തിയില്ലേ, അയാൾ ആൾക്കാരായിരുന്നു. രംഗണ്ണനുമായിട്ട് റെഡ്ഡിക്ക് എന്താ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യമായിരുന്ന റെഡ്ഡിയും ഗ്യാങ്ങും ഇതിലൂടെ അവരുടെ ദേഷ്യം കൂടി തീർക്കാന്ന് വിചാരിച്ച് രംഗന്റെ ആൾക്കാരാണ് ആ പയ്യന്മാരെന്ന് പറഞ്ഞാണ് റെഡ്ഡിനെയും കൊണ്ട് ഇവന്മാരെ പിടിപ്പിച്ചത്. ഈ സമയത്താണ് നായകനോട് റെഡ്ഡിക്കുള്ള ദേഷ്യം എന്താണെന്ന് കാണിക്കുന്നത്. രംഗണ്ണൻ
നിന്ന് ഇയാളുടെ ഇടന്ന് റിസൈൻ ചെയ്ത് പോകുന്ന സമയം ഇയാളുടെ വൈറ്റ് കളർ കോസ്റ്റ്യൂം, മാല, മോതിരം, ചെയിൻ, അങ്ങനെ എല്ലാ സംഭവങ്ങളും, അതായത് അയാളുടെ ഐഡന്റിറ്റി മുഴുവൻ കോപ്പി അടിച്ചാണ് ഇറങ്ങിയത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നാട്ടിലുള്ള റെഡ്ഡിന്റെ സ്ഥാനം പോയി പകരം ആ സ്ഥാനത്തേക്ക് നായകൻ കയറി. അന്നു മുതൽ ആ ഒരു ദേഷ്യം കൊണ്ട് അയാൾ നായകനോട് പ്രതികാരം വീട്ടാൻ വേണ്ടി നടക്കുവാണ്. അയാൾക്ക് അയാളുടെ ഐഡന്റിറ്റി തിരിച്ചു വേണം. അങ്ങനെ ഇപ്പൊ രംഗേനോട് പ്രതികാരം വീട്ടാൻ വേണ്ടി അവൻ തനിച്ചുള്ള ഒരു സമയത്ത് നിങ്ങൾ എനിക്ക് അവനെ തീർക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്നും പറഞ്ഞ് റെഡ്ഡി ഇപ്പൊ അവന്മാരെ വെറുതെ വിടുന്നു. ഈ സമയം ജീവനും കൊണ്ട് ചെക്കന്മാരാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടുവാണ്. അങ്ങനെ അവിടുന്ന് ഒരാഴ്ചത്തേക്ക് അവർ ആരുടെ ശല്യം വേണ്ടെന്നുള്ള രീതിയിൽ ഫോണെല്ലാം ഓഫാക്കി ദൂരെയുള്ള ഒരു ഫ്രണ്ടിന്റെ ഹോസ്റ്റലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് അവന്മാരെ കാണാത്തോണ്ട് രംഗണ്ണയാണെങ്കിൽ നാട് മുഴുവൻ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അണ്ണൻ കുറച്ചു ദിവസം നമ്മളെ അന്വേഷിച്ചു കഴിഞ്ഞ് നമ്മളെ കാണാതാവുമ്പോ അതൊക്കെ വിട്ടുകളഞ്ഞ് വേറെ പണി നോക്കി പൊക്കോളൂ എന്നൊക്കെ വിചാരിച്ചാണ് അവരിങ്ങനെ ഒരാഴ്ച മാറി നിൽക്കുന്നത്. എന്നാൽ അവർക്കെന്തോ അപകടം പറ്റിയതാണെന്ന് വിചാരിച്ച് ഇത് ചെയ്ത ഏതോ ശത്രുക്കളാണെന്ന് വിചാരിച്ചുകൊണ്ട് രംഗണ്ണ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം ടിവിയിലൂടെ കാണുന്ന നമ്മുടെ ചെക്കന്മാര് അങ്ങനെ അവരുടെ ഫോൺ ഓണാക്കുന്നു. ഇതേ സമയം തന്നെ രംഗണ്ണയാണെങ്കിൽ അവരുടെ ഫോണിലേക്ക് വിളിക്കുവാണ്. അങ്ങനെ നിങ്ങൾ എവിടെ പോയിരിക്കുക, നിങ്ങൾ എവിടെ ഉണ്ടെന്നൊക്കെ അയാൾ ചോദിക്കുന്ന സമയം ഇന്ന് ഈവനിങ് ഞങ്ങൾ വീട്ടിലേക്ക് വരാം, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് അവരെങ്ങനെയാ കോള് കട്ട് ചെയ്യുന്നു. അങ്ങനെ അന്ന് ഈവനിങ് വീട്ടിലേക്ക് എത്തുവാണ്. അങ്ങനെ ഇപ്പൊ രംഗണ്ണ അവിടേക്ക് എത്തുന്നു. എന്നിട്ട് രംഗണ്ണ കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന സമയത്ത് യുവമാര് പറയുവാണ്, ഇനിയെങ്കിലും ഞങ്ങൾ എന്ന് വെറുതെ വിടണം, ഞങ്ങളുടെയൊക്കെ പഠിക്കാൻ വേണ്ടി എത്തിയ സ്റ്റുഡൻസ് ആണ്, അല്ലാതെ നിങ്ങളുടെ കൂടെ ചെയ്യാൻ വേണ്ടി വന്ന ഗുണ്ടകളല്ല. ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി കുറെ ദിവസമായിട്ട് ഞങ്ങൾ നടക്കുവാണ്, എന്നാൽ നിങ്ങൾ ഒരു സാഹചര്യം തരുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഒരാഴ്ച ഞങ്ങൾ മാറി നിന്നത്. അങ്ങനെയെങ്കിൽ ഈ ശല്യം ഒഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ച്. എന്നാൽ അപ്പോഴും ഞങ്ങളെ വെറുതെ വിടാൻ ഞങ്ങൾ തയ്യാറാവുന്നില്ല. പിന്നെ നിങ്ങളുമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആയത് പോലും സീനിയേഴ്സിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യങ്ങളും അവർ തുറന്നു പറയുന്നു. അങ്ങനെ അവർ തുറന്നു പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് രംഗണ്ണൻ ഒരുപാട് ഇമോഷണൽ ആവുന്നു. രംഗണ്ണൻ ഇവരെ ഇഷ്ടപ്പെട്ടതും ഇവരുമായിട്ട് കമ്പനി ആയതെല്ലാം വളരെ സിൻസിയർ ആയിട്ടായിരുന്നു. എന്നാൽ അവരെ ഇതൊരു അവസരത്തിന് വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ ഒരുപാട് തകർന്നു പോകുന്നു. അതിനുശേഷം രംഗയാണെങ്കിൽ പെട്ടെന്ന് അമ്പാനെ വിളിച്ച് എത്രയും വേഗം നമ്മുടെ ആൾക്കാരെല്ലാം കൂട്ടിക്കൊണ്ട് ഇതേപോലെ വീട്ടിലേക്ക് വരണമെന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ട നമ്മുടെ 3 നായകന്മാരും ആകെ പേടിക്കുന്നു. അങ്ങനെ അവർ അടുക്കളയിൽ പോയി നിൽക്കുവാണ്. ഇതേ സമയം എന്തൊരു അപകടം വന്നിട്ട് ബിവി ആണെങ്കിൽ റെഡ്ഡിനെ കോൾ ചെയ്ത് ഇന്നപോലെ രംഗ ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ, പെട്ടെന്ന് വന്ന് അയാളോടുള്ള കണക്ക് തീർക്കാന്ന് പറയുവാണ്. ഇത് കേട്ട റെഡ്ഡി പെട്ടെന്ന് തന്നെ അയാളുടെ ആൾക്കാരെയും കൂട്ടിക്കാണ് അവിടേക്ക് വരുന്നു. ഈ സമയം വീട്ടിലുള്ള നമ്മുടെ നായകൻ ഇത് കണ്ട് അയാൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണെന്ന് വിചാരിച്ച് പിള്ളേരെ നിങ്ങൾ പുറത്തിറങ്ങണ്ടെന്നും പറഞ്ഞ് വാതിലെല്ലാം പൂട്ടി അവരെ നേരിട്ട് അമിനി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഇപ്പൊ രംഗണ്ണന്റെ കൂടെ അയാളുടെ ആൾക്കാരൊന്നുമില്ല, അയാൾ ഒറ്റയ്ക്കല്ലേ. അയാളാണെങ്കിൽ ആരോടും ഫൈറ്റ് ഉണ്ടാക്കില്ലല്ലോ. ഈ ഒരു സാഹചര്യം മുതലാക്കി അയാളെ തീർക്കാന്ന് വിചാരിച്ചാണ് റെഡ്ഡി ആ ചെക്കന്മാരോട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ റെഡ്ഡി ഈ കാര്യങ്ങളെല്ലാം നായകനോട് പറയുന്ന സമയം ഇത്രനാളെ കൂടെ നിന്ന് ഇവന്മാര് തന്നെയാണ് ഈ ചതി ചെയ്തതെന്ന് മനസ്സിലാക്കുമ്പോൾ രംഗണ്ണയ്ക്കാണെങ്കിൽ അവരോട് ഭയങ്കര ദേഷ്യം വരുന്നു. റെഡ്ഡി നായകനെ തീർക്കാൻ വേണ്ടി അയാളുടെ കുറെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ടായിരുന്നു അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ ഇത്രനാള് ഫൈറ്റ് ഒന്നും ഇല്ലാതിരുന്ന നായകൻ ഈ സമയം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കുന്നു. അവസാനം റെഡ്ഡി ചോദിച്ച പോലെ അയാളുടെ ഐഡന്റിറ്റി അയാൾക്ക് തിരിച്ചു കൊടുക്കുവാണ് നായകൻ. എന്നിട്ട് അയാളെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. അതിനുശേഷം നമ്മുടെ നായകൻ നമ്മുടെ ചെക്കന്മാരോട് ദേഷ്യപ്പെടുവാണ്. ഇത്രനാളും എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ഉണ്ടാക്കാതിരിക്കുവായിരുന്നു, ഇപ്പൊ നിങ്ങൾ കാരണം എന്റെ ആ തീരുമാനം തെറ്റി, ഈ ഒരു കാരണം കൊണ്ട് നിങ്ങളെ 3 ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് രംഗണയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി വീടിനകത്തുള്ള അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് അവന്മാരാകെ പേടിച്ച് റൂമിൽ വന്നു വിളിക്കുവാണ്. റൂമിൽ കയറി അവന്മാരെ വെട്ടിക്കൊല്ലാൻ വേണ്ടി രംഗണ്ണയാണെങ്കിൽ വാതില് പൊളിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും നായകൻ വിളിച്ചുകൊണ്ട് അമ്പാനെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ടെത്തുവാണ്. അവൻ നായകൻ ഈ കാര്യങ്ങൾ എല്ലാവരോടും പറയുന്നു. അങ്ങനെ അവർക്ക് ഇവരെ കൊല്ലാനുള്ള ദേഷ്യം വരുവാണ്. കാരണം ഇത്രനാളും കൂടെ നിന്നിട്ട് ഇങ്ങോട്ട് ചതി ചെയ്തല്ലേ അവര്. അങ്ങനെ ഇതുകൊണ്ടെല്ലാം തന്നെ നമ്മുടെ നായകൻ വീടിന്റെ വാതിലെല്ലാം വെട്ടിപ്പൊളിച്ച് അവരുടെ അടുത്തേക്ക് എത്തി അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും നിലത്ത് കിടക്കുന്ന ബിബിന്റെ ഫോൺ അടിക്കുവാണ്. വിളിച്ചിരിക്കുന്നവന്റെ അമ്മയാണ്. ഇത് കണ്ടത് നായകൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്നു. അങ്ങനെ അവൻ കോൾ എടുക്കുവാണ്. അങ്ങനെ അവന്റെ ഒച്ച കേട്ടതും ആ രംഗമോനല്ലേ, വിവയോടെ പഠിക്കുവാണോ, അവൻ എക്സാം ആണെന്ന് പറഞ്ഞായിരുന്നു, രംഗമോനും നോക്കിക്കോണേ, ഇങ്ങനെല്ലാം പറഞ്ഞ് അമ്മ കോളും കട്ട് ചെയ്യുന്നു. അങ്ങനെ ഈ കോള് വന്നതോടെ ഇത്രയും നേരം രംഗണ്ണന്റെ മനസ്സിലുണ്ടായിരുന്ന ദേഷ്യം എല്ലാം മാറിപ്പോകുന്നു. അവരോട് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ നായകന് അവരോട് ഇഷ്ടമുണ്ടായിരുന്നു. പഠിക്കാൻ വേണ്ടിയല്ലേ അവർ നായകനെ ഒന്ന് വിട്ട് നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചത്, അവരോട് അകലാൻ തീരുമാനിച്ചത്. എന്നാൽ പിന്നെ ഇനി ഒരു ശല്യമായിട്ട് അങ്ങനെ നിൽക്കുന്നില്ല. അവര് പഠിക്കട്ടെ എന്ന് വിചാരിച്ച് നായകനെ പതും പറഞ്ഞ് അവരെ വെറുതെ വിടുന്നു. പക്ഷെ അങ്ങനെ അവരെ വിടുന്നതിന് മുമ്പ് നായകൻ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. പഠിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എന്നെ അകലാൻ വേണ്ടി തീരുമാനിക്കുന്നത്, ശരി നിങ്ങൾ ശരിക്കും പഠിക്കുക, എന്നിട്ട് എക്സാമിന് അങ്ങനെ ജയിച്ചില്ലെങ്കിൽ നിങ്ങളെ ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ ഈ രീതിയിലുള്ള വാണിംഗും കൊടുത്ത് നായകൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ സീനോട് കട്ടാവുകയാണ്. അവിടെ നിന്ന് 2 ആഴ്ച കഴിഞ്ഞു പോകുന്നു. ഇപ്പൊ നമ്മുടെ ചെക്കന്മാരുടെ എക്സാം എല്ലാം കഴിഞ്ഞു. റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ശാന്തം മാത്രം ജയിച്ചു. ബിബി അജു ഓരോ വിഷയത്തിന് തോറ്റുപോയി. അങ്ങനെ ഇപ്പൊ അവരാകെ സങ്കടപ്പെട്ട് അങ്ങനെ കോളേജിന്റെ പുറത്തേക്ക് വരുവാണ്. ഈ സമയം അവർ തോറ്റ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് കോളേജിന് പുറത്ത് രംഗണ്ണ അയാളുടെ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് രംഗണ്ണ പറയുന്നുണ്ടായിരുന്നല്ലോ എക്സാമിന് ജയിച്ചില്ലെങ്കിൽ നിങ്ങളെ ശരിയാക്കുമെന്ന്. അങ്ങനെ ഇപ്പൊ അവരെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നതെന്ന് വിചാരിച്ച് അവരാകെ പേടിക്കുവാണ്. ഇതേസമയം രംഗണ്ണയുള്ള ആൾക്കാരും വാളെടുക്കുന്ന പോലെ ഷർട്ടിന്റെ പുറകിൽ നിന്ന് ചൂരലെടുത്ത് അവന്മാരെ തല്ലാൻ വേണ്ടി ഓടിക്കുന്നു. ഇതാണ് എക്സാം തോറ്റതിനുള്ള അവർക്കുള്ള ശിക്ഷ. അത് മാത്രമല്ല ഇതേ സമയത്ത് നമ്മുടെ നായകൻ ആ റെഡ്ഡി ആവശ്യപ്പെട്ട പോലെ അയാളുടെ ഐഡന്റിറ്റി എല്ലാം ഒഴിവാക്കി ബ്ലാക്ക് കോസ്റ്റ്യൂമിലേക്ക് മാറിയതായിട്ടും കാണിക്കുന്നു. അങ്ങനെ ഈ ഒരു എൻഡിങ്ങോടെയാണ് ആവേശം എന്ന് പറയുന്ന മൂവി അവസാനിപ്പിക്കുന്നത്.
അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ ഈ മൂവി? വളരെ നല്ലൊരു മൂവിയായിരുന്നു ഇത്. എനിക്കെന്തായാലും പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. കാരണം ഞാൻ എത്രയൊക്കെ ഈ കഥ പറഞ്ഞു തന്നാലും ആ ഒരു മൂവിയുടെ ഫീലിംഗ്സ് നിങ്ങളിലേക്ക് അത്രത്തോളം വന്നൊന്നും വരില്ല. പിന്നെ മൂവിയുടെ കഥ വളരെ ഷോർട്ട് ആയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്നാലും എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ ടാറ്റ ബൈ ബൈ.